യഥാർത്ഥ സന്തോഷവും ആനന്ദവും സ്വസ്ഥതയും കുടുംബജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ ജീവിതം കയ്പായി ഏറ്റവും ദുഷ്കരമായ യാത്രകളായി മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവത്തിലാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തെ, ആ കയ്പേറിയ ജീവിതത്തെ ദൈവം ആനന്ദമുള്ളതും സന്തോഷമുള്ളതും മധുരമുള്ളതുമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശാലോം സന്ദേശത്തിൽ ഇന്ന് കർത്താവ് തരുന്ന ദൂത്, നിങ്ങളുടെ കയ്പിനെ, നിങ്ങളുടെ മാറായെ ദൈവം മധുരമാക്കും. നിങ്ങളുടെ നിരാശയെ ദൈവം മാറ്റി സന്തോഷമാക്കും. നിങ്ങളുടെ വിലാപത്തെ മാറ്റി ദൈവം സന്തോഷം ഉടുപ്പിക്കും, ആനന്ദം ഉടുപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് കർത്താവ് നൽകിയ വചനം പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. മാറായിലെത്തിയാറെ, മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. ഇസ്രായേൽ മരുഭൂമി യാത്രയിൽ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് ഉള്ള യാത്രയിൽ അവര് ചെങ്കടലിൽ കടന്നപ്പോൾ, വലിയ സമുദ്രത്തെ കടന്നിട്ട് വന്നപ്പോൾ ഒരല്പം പോലും വെള്ളം കുടിക്കാൻ കഴിയാതെയാണ് അവർ ആദ്യം പ്രയാസം അനുഭവിച്ചത്. വലിയ ജലക്കൂമ്പാരം, അല്ലെങ്കിൽ വലിയ സമുദ്രത്തിന്റെ നടുവിൽ നിന്ന് വന്നവർക്ക് പിന്നീട് കുടിക്കാൻ വെള്ളമില്ല. ഇതൊരു ആത്മീയ ജീവിതത്തിന്റെ ഒരു തത്വമാണ്. വലിയ സമൃദ്ധി നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം നഷ്ടമാകുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ. ഇവിടെ വെള്ളത്തിനകത്ത് ചത്തുപോകുമോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് പേടിച്ചിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും വെള്ളം ഇല്ല, അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം പറ്റുന്നില്ല. കയ്പേറിയതായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ കയ്പായിരുന്ന വെള്ളത്തെ മധുരമാക്കുവാൻ, അല്ലെങ്കിൽ കുടിക്കാൻ യോഗ്യമാക്കുവാൻ അടുത്ത് തന്നെ ദൈവം നേരത്തെ നിർമ്മിച്ചിരുന്ന, അല്ലെങ്കിൽ സൃഷ്ടിച്ചു വച്ചിരുന്ന ഒരു വൃക്ഷമുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളം കുടിക്കാൻ പാകമായി മാറി, എല്ലാ കയ്പും മാറി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കയ്പിനെ മാറ്റുവാനുള്ള വിടുതൽ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഇന്ന് ആയിരിക്കുന്നിടത്താണ് ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ തുടക്ക സമയത്ത് ഞാൻ ആദ്യം പറയുന്നു, ദൈവം നിങ്ങളുടെ കയ്പിനെ മാറ്റും. നിങ്ങൾ എവിടെയാണ് കയ്പായെന്ന് പറഞ്ഞത്, അവിടെ തന്നെ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. അവിടെ തന്നെ നിങ്ങളുടെ കയ്പിനെ മാറ്റും. ഓടിപ്പോകണ്ട. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു വിടുതൽ കരുതി വെച്ചിട്ടുണ്ട്. നവോമി പറയുന്നൊരു വാക്ക്, എൻ്റെ ജീവിതത്തെ, രൂത്തിന്റെ പുസ്തകം 1-ാമത്തെ 20-ാം വാക്യം, അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് തന്നെ വിളിപ്പീൻ. സർവശക്തനോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കയ്പായിട്ടുള്ളതാണ് ദൈവം എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം ഭർത്താവും മരിച്ചു, ആകെ 2 ആൺമക്കളും അവരും മരിച്ചു. എല്ലാം പ്രതികൂലമായി തീർന്നിരിക്കുന്ന ഒരു മാതാവ്, അല്ല ഒരു സ്ത്രീ, അവൾ പറയുകയാണ്, എന്നെ കയ്പെന്ന് വിളിച്ചാൽ മതി. ഹല്ലേലൂയ. പക്ഷേ അവളുടെ കയ്പിനെ പിൽക്കാലത്ത് ദൈവം മാധുര്യമാക്കി മാറ്റി. അവൾ ആനന്ദിച്ചതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോയ നന്മകൾ, നഷ്ടമായ ബന്ധങ്ങൾ, നഷ്ടമായ അനുഗ്രഹങ്ങൾ, നഷ്ടമായ ആനന്ദം ദൈവം മടക്കിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ സ്വീകരിച്ചു. കൊയ്ത്തുകാലത്ത് സന്തോഷിക്കുന്ന സന്തോഷം പോലെ നിങ്ങൾക്ക് സന്തോഷം തരുമെന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ഹീനതയിലൂടെ കടന്നുപോയ, ശൂന്യതയിലൂടെ കടന്നുപോയ സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും പിന്നത്തേതിൽ കടൽ വഴിയായി മഹത്വത്തിലേക്ക് വന്നതുപോലെ ആ ദേശത്ത് മഹത്വം, യേശുക്രിസ്തു വന്നപ്പോൾ ഗലീല പ്രദേശത്ത്, ജാതികളുടെ മരണം പിടിച്ച ഗലീല പ്രദേശത്തെ ജീവൻ കൊടുക്കുന്ന സ്ഥലമായി മാറിയതുപോലെ, അപ്പോൾ ആ ജനത്തെക്കുറിച്ച് പറയുന്നത്, അവർ എന്നിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോഴുള്ള ആനന്ദം പോലെയും ആകും. അപ്പൊ ഇതൊക്കെ ദൈവം തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാലത്ത് ഹീനതയോടെ കടന്നുപോയി, ഒരു കാലത്ത് വളരെ അപമാനത്തിലൂടെ കടന്നുപോയി. പക്ഷെ പിന്നീട് അവൻ മഹത്വം വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മഹത്വം വരുത്തുന്നു. ഹീനതയ്ക്ക് അപ്പുറത്ത് ദൈവം ഒരു മഹത്വം വെച്ചിരിക്കുക. അത് കൊള്ള പങ്കിടുമ്പോഴുള്ള ആനന്ദം പോലെ. അപ്പൊ ദൈവം അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി നന്മ കരുതി വെച്ചിരിക്കുന്നത്. ആ വചനം വിശ്വസിച്ചാൽ മതി. എനിക്ക് നന്നായിട്ട് ഈ വചനത്തിലാണ് ശക്തി. വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോൾ വചനത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നിങ്ങളിലേക്ക് രൂപാന്തരം വരുത്തുന്ന ശക്തി. ഹല്ലേലൂയ. സഹജനം അവരുടെ ജീവിതത്തില് ഒത്തിരി കയ്പ് അനുഭവിച്ചവരാ. അവരെ ഈജിപ്തിൽ വെച്ച് അവരുടെ ജീവിതത്തെ അടിമ വീടായ മിസ്രൈമിൽ വെച്ച് അവരുടെ ജീവിതം കയ്പായി മാറിയിരുന്നു.
അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ അവരുടെ കയ്പിനെ മാറ്റി. അവരെ പുറപ്പാട് 1-14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കഠിനമായി ചെയ്യിപ്പിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. ആ കയ്പിനെയൊക്കെയാ പിന്നെ ദൈവം സന്തോഷമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ പിന്നെ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും തുടക്കത്തിലും ആ ദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ദീർഘകാലം അവർ അനുഭവിച്ച കയ്പിനെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. കാരണം അവിടെ ഫലവൃക്ഷങ്ങൾ, മാതളനാരകവും ആപ്പിളും മുന്തിരി എല്ലാം അത് പഴുത്തു നിൽക്കുന്ന സമയത്താണ് അവര് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചെന്ന് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. അപ്പൊ അത് പ്രാപിച്ചാണ് അവരങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കയ്പിനെ മാറ്റും, മധുരം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. മൊർദെഖായി കയ്പോടെ കരഞ്ഞെന്നാണ് എസ്തറിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. കാരണം ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ അപമാനിതനായി അവനെയും അവന്റെ ജാതിയെ മുഴുവൻ കൊന്നുകളയുവാൻ ഹാമാൻ ചീട്ടിട്ട് ഒരു നിയമം കൊണ്ടുവന്ന സമയത്ത് മൊർദെഖായി കയ്പോടെ കരയുകയാണ്. ഹല്ലേലൂയ. ശൂശൻ പട്ടണം നടുങ്ങി നിലവിളിക്കുകയാണ്. 8-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. മൊർദെഖായി വലിയ മാന്യനായി കുതിരപ്പുറത്ത് കയറി ദേശത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. അതെ, കയ്പിന്റെ ആ ഒരു ജീവിതം ഉണ്ട് കേട്ടോ. ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. അതെല്ലാം ദൈവം എടുത്ത് കളയും. ഹല്ലേലൂയ. ദൈവം ആനന്ദം തരും, അഭിമാനം തരും, അംഗീകാരം തരും, മഹത്വമെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങളെ ദൈവം മധുരമുള്ളതാക്കും. ഇന്ന് കടന്നു പോകുന്ന എല്ലാ മുറിവുകളും വേദനകളും ഏതെല്ലാം കാരണങ്ങളാലാണ് ഉണ്ടായതെങ്കിലും ദൈവം അതിനെയൊക്കെ മാറ്റി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ദൈവം എൻ്റെ കയ്പിനെ മാറ്റും, എൻ്റെ മാറായി മധുരമാക്കി മാറ്റും. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന എല്ലാ വേദനപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ, അതിൻ്റെ എല്ലാ നടുവിലും അതിനെല്ലാം മാറ്റി കൊടുത്തിട്ട് കയ്പിനെ മധുരമാക്കി മാറ്റുവാനും, കർത്താവേ, ഈ ദുഃഖത്തെ ആനന്ദമാക്കി മാറ്റാനും, വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാനും കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ഇപ്പോൾ ഈ മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി കാര്യങ്ങളെ തിരിക്കുന്നതിനായി നന്ദി. ദൈവപ്രവൃത്തിക്കായി അവരെ ഒരുക്കുന്നതിനായി നന്ദി. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. എല്ലാ സ്ഥിതികൾക്കും മാറ്റം വരും, എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരും. ദൈവം മാറ്റം വരുത്തും. കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ വചനം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.